ഏറ്റവും മുമ്പോട്ട് ഒരു സംഘം ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നടപടി എടുക്കണം. അതുപോലെ കുറച്ചാളുകൾ ഇതിനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്, അല്ലാതെ നടപടിയൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സംഘടനയുണ്ട് ഇവിടെ. പിന്നെ ഏതോ ഒരു സോഷ്യൽ സംഘടനയുടെ കാര്യവും പറയുന്നത്. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2 ദിവസത്തിന് മുമ്പായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാജിദ ഷാജിയെക്കുറിച്ചാണ് വീഡിയോ ചെയ്തത്. ഷാജിദ ഷാജിയുടെ ക്രീം വിൽപ്പനയും അതുപോലെ തന്നെ മക്കളെയൊക്കെ ഉപയോഗിച്ച് ഗുണ്ടായിസം അതുപോലെ ലൈവിൽ അവർ വന്നിരുന്ന ബാഡ് വേർഡ്സ് പറയുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് അവരുടെ പേരിൽ കേസ് നീങ്ങുന്നു, കേസിന് ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിയോ ക്ലിപ്പിംഗ് നമ്മളെല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാം പറഞ്ഞു ഷാജിയുടെ ചാനൽ പൂട്ടാൻ പോവുകയാണ്, ഉടനെ തന്നെ എന്തായാലും അവർക്കെതിരെ കേസ് വരും, അവർ ജയിലിലേക്ക് പോകും. നമ്മളങ്ങനെ കുറച്ച് കമ്പനിയിലൊക്കെ വെച്ച് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്, അതായത് അന്വേഷണം മീൻസ് നമ്മൾ നേരിട്ട് ചെയ്തതല്ല, മറ്റൊരു യൂട്യൂബ് ചാനലിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് അന്വേഷണങ്ങൾ നടത്തുകയും അതിൻ്റെ കുറച്ച് വിവരങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ കാണാം. അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ തെറ്റായ ഇൻഫർമേഷൻ പാസ് ചെയ്തതിൽ ക്ഷമ ചോദിക്കുന്നു. കാര്യം നമുക്ക് ഒരുപാട് ചാനലുകാർ അതെടുത്ത് റിയാക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിൻ്റെ ആ വീഡിയോ ക്ലിപ്പിംഗ് ആ ഓഡിയോ റെലവൻ്റ് ആണ്, സത്യമാണ് എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിരുന്നത്. പക്ഷേ പിന്നീടാണ് അറിയാൻ സാധിച്ചത് അത് ഫേക്കാണ് എന്ന്. ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് അത് ഫേക്കാണെന്ന്. കാര്യം വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ഡോക്ടർ രമ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല എന്ന്, അതായത് ഡോക്ടർ രമ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് അവരല്ല എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് വീഡിയോയിലൂടെ പറയുന്നത്. അതിനെ കുറച്ച് ക്ലിപ്പിംഗ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. മുതൽ പല യൂട്യൂബേഴ്സും ഈ ഷാജിദ ഷാജിക്കെതിരെ വളരെ ആധികാരികമായിട്ട് പല വീഡിയോസും ചെയ്തു കണ്ടു. അതിലെത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒറ്റ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബാക്കി കൂടി കേൾക്കാം. സാമൂഹ്യ ദ്രോഹമാണ് ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത, അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ഇടാനുള്ള ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാൻ വായിച്ചു. ആരാണ് ഈ സാമൂഹ്യ പ്രവർത്തക? ആരാണവൾ? ഈ സാമൂഹ്യ പ്രവർത്തക ആരാണെന്നുള്ളത് പലരുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അവരുടെ വീഡിയോയിലൂടെ തന്നെ അറിയാം. നമ്മൾ ഈ കേട്ട വോയിസ് ഡോക്ടർ രമ മാഡം, വേൾഡ് മലയാളി കൗൺസിൽ, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്. വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രസിഡന്റിന്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഇത് ജിനൂസ് വ്ലോഗിൽ വന്നിട്ടുള്ളതാണ്. വേൾഡ് മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ രമ എന്ന് പറയുന്ന വ്യക്തി. ഈ സാമൂഹ്യ പ്രവർത്തകയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ ആദ്യം ആ പേര് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കി. എവിടെയും കാണാൻ കഴിഞ്ഞില്ല. വേൾഡ് മലയാളി കൗൺസിൽ ഡൽഹിയുടെ വെബ്സൈറ്റ് കയറി നോക്കി. അപ്പോൾ കണ്ടത് പ്രസിഡന്റ് ജോർജ് കുരുവിള. വേൾഡ് മലയാളി കൗൺസിലിന്റെ എല്ലാ റീജിയനിലും ചെക്ക് ചെയ്ത് എവിടെയും ഈ ഒരു പേര് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ChatGPT ചോദിച്ചപ്പോൾ കിട്ടിയത് ഡോക്ടർ രമ എന്ന പേരിൽ ആരുമില്ല. ആകെയുള്ളത് ഡൽഹി മലയാളി അസോസിയേഷൻ്റെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള രമ സുനിൽ എന്ന ഒരൊറ്റ വ്യക്തി മാത്രമാണുള്ളത്. അദ്ദേഹമല്ല ഇദ്ദേഹം. അതുകൊണ്ട് ഞാൻ ഗൾഫ് മലയാളി കൗൺസിലിൻ്റെ കുറച്ച് ഭാരവാഹികൾ കോൺടാക്ട് ചെയ്തു. ആദ്യം കോൾ ചെയ്തത് ചെയർമാൻ ജോണി കുരുവിള. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെ ഒരാളെ, ഡോക്ടർ രമ എന്ന ഒരാളെ അറിയുക പോലുമില്ല. പിന്നീട് വിളിച്ചത് ആക്ടിംഗ് സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ. അദ്ദേഹത്തിൻ്റെ മറുപടി സെയിം തന്നെയായിരുന്നു, ഇങ്ങനെ ഒരാളെ അറിയുക പോലുമില്ല. വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തിരുന്ന ഐസക് സാറിൻ്റെ റിപ്ലൈ വോയിസ് തന്നെ വന്നു. ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. ഒരു വ്യക്തി നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ടില്ല കേട്ടോ. അതിന് സാമൂഹ്യ പ്രവർത്തകയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ഇത് വേൾഡ് മലയാളി കൗൺസിൽ ഇങ്ങനെ ഒരാൾ, വേൾഡ് മലയാളി കൗൺസിലിന്റെ ഇന്ത്യ റീജിയന്റെ പ്രസിഡന്റ് ആണ്. ഇതിന് ഡോക്ടർ രമ എന്ന് പറയുന്ന ഒരാൾ വേൾഡ് മലയാളി കൗൺസിലിനകത്ത് ഇല്ല. മെമ്പറായിട്ട് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, താങ്ക് യു. അദ്ദേഹം അയച്ച വോയിസ് കുറച്ച് ക്ലിയർ കുറവുണ്ടെങ്കിലും കാര്യങ്ങൾ കണ്ടല്ലോ നിങ്ങൾ. തീർന്നിട്ടില്ല. ആ വീഡിയോയിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് എങ്ങനെയാണ് ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് അന്വേഷണം നടത്തിയെന്നും ഏതെല്ലാം രീതിയിലൂടെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ തമ്പനയിൽ കണ്ടാണ് ഒരിക്കലും തമ്പനയിലെടുത്ത് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മാക്സിമം ഞാൻ മിസ്ലീഡ് തമ്പനയിൽ കൊടുക്കാറില്ല സാധാരണ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസിന് വലിയ വ്യൂസൊന്നും ഇല്ലാത്തത്. ഞാൻ എന്താണോ എൻ്റെ വീഡിയോയിൽ പറയുന്നത് അത് മാത്രമാണ് ഞാൻ തമ്പനയിലായിട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഈ ഒരു വാർത്ത, അതും ഞാൻ ഇതിനകത്ത്
ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് എത്രമാത്രം സത്യമാണെന്നൊന്നും അന്വേഷിച്ചൊന്നുമില്ലായിരുന്നു. കാര്യം ഇങ്ങനൊരു ക്ലിപ്പിങ്സ് എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നത് കണ്ടപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ സ്ക്രീൻ റെക്കോർഡർ എടുത്തിട്ടാണ് ആ വീഡിയോ ചെയ്തത്. പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ ഈ ജഹാംഗീർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളോട് ലൈവിൽ വന്നിങ്ങനെ പറഞ്ഞു, ഡോക്ടർ രമ എന്ന് പറഞ്ഞ ഫേക്കാണെന്ന് പറഞ്ഞു, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കണ്ടതിന് ശേഷം അതിൻ്റെ ഇങ്ങനൊരു ആളില്ല, ഫേക്കാണെന്നുള്ളൊരു വിവരം വെച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇന്നലെ എനിക്ക് ഫിസിക്കലി ഒട്ടും വയ്യാത്തത് കൊണ്ടും മെൻ്റലി ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാഞ്ഞത്. ഇപ്പോഴും ഫിസിക്കലി ഓക്കെ അല്ല. പിന്നെ ഇനിയിപ്പോൾ ഡേറ്റ് അങ്ങോട്ട് ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ ഈ ഒരു വാർത്ത സത്യസന്ധമാണെന്ന് ഇതിങ്ങനെ പ്രചരിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ചാനലല്ല, മറ്റു ചാനലുകളിലൊക്കെ ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കത്തില്ലേ. അപ്പം ഇതൊരു ഫേക്കാണ് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ പുറത്ത് കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളോട് കണ്ടിട്ട് വരാം. ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റ് എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ഈ വ്യാജ വോയിസ്, അതിന് എന്ത് ആധികാരികതയാണ് ഉള്ളത്? നിങ്ങൾ പലർക്കും എന്നെ പരിചയം ഉണ്ടാവില്ല, എൻ്റെ പശ്ചാത്തലവും അറിയാൻ വഴിയില്ല. മൂക്കില്ല രാജ്യത്ത് സിനിമയിൽ ഭ്രാന്തനായ തിലകൻ ഒരു സദസ്സിലേക്ക് കടന്നു ചെന്ന് സംസാരിക്കുന്ന അതേ പെർസ്പെക്റ്റീവിലെ ഇതിനെയും കാണുവാൻ കഴിയൂ. ഇനി 2ാമത്തെ ചോദ്യം, ഇദ്ദേഹം വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റ് അല്ല എന്ന് തന്നെ കരുതുന്നു, വെറും ഒരു സാമൂഹ്യ പ്രവർത്തക. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? ആ വോയിസിന്റെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി പ്ലേ ചെയ്യുന്നു. ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. അവര് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാനുള്ള കോടതിക്ക് അവകാശമുണ്ട്. ഇവരുടെ ചാനൽ പൂട്ടാനുള്ള അതിന് ഒരു ശക്തമായ നടപടി തന്നെ വേണ്ടിവരും. എന്താ പറഞ്ഞത്? അഡ്വക്കേറ്റുമായി സംസാരിച്ചിട്ടുണ്ട്, നിയമ നടപടിയുമായി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ശക്തമായ നടപടി വേണ്ടി വരും. പക്ഷേ ഇത് പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഓഡിയോ വെച്ചുകൊണ്ട് മാത്രം ചെയ്ത ചില വീഡിയോകളുടെ തമ്പനെയിലുകൾ ഞാനിവിടെ കാണിക്കുന്നു. ഷാജിദയുടെ ചാനൽ പോകും, ജാമ്യം പോലും കിട്ടില്ല, കേസ് എടുത്തു. അടുത്തത് ഷാജിയുടെ ചാനൽ പോലീസ് പൂട്ടിച്ചു. അടുത്തത് ഷാജിദ ജയിലിലേക്ക്. അടുത്ത വീഡിയോയിൽ സോഷ്യൽ വർക്കേഴ്സ് കേസെടുത്തു, പോലീസ് അറസ്റ്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനിലെ വീഡിയോ പുറത്ത്. അടുത്തത് സുപ്രീം കോടതി വരെ എത്തി. അടുത്തതിൽ ബാലാവകാശ കമ്മീഷൻ വീട്ടിലെത്തി. യാതൊരു ആധികാരികതയും ഇല്ലാത്ത ഒരു ഓഡിയോയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ പ്രവർത്തക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നൊരു വാക്കിന്മേൽ ശ്രദ്ധിക്കണം, സ്വീകരിക്കും എന്നൊരു വാക്കിന്മേൽ എന്തൊക്കെയാണ് ഇവിടെ പടച്ചുവിടുന്നത്? കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതിനെതിരെ ഒരു പരാതി കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് ഇവിടെ എല്ലാവരും വിധിയെഴുത്ത് കഴിഞ്ഞു. പിന്നെ ആമ്പിള്ളാരാണ് ഇതുപോലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരാൾ വിളിച്ച് ഇത്രയും ഫേക്കായിട്ടുള്ളൊരു ന്യൂസ് പറയുമെന്ന്, അതായത് അവരുടെ ഐഡൻറ്റിറ്റിയാണ് അവരിതിൽ തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതിനകത്തുള്ളൊരു തെറ്റെന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് പറയുകയാണ്. കാര്യം ഈ ഷാജിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് ഗുണ്ടായിസം എന്നൊക്കെ പറഞ്ഞ് മക്കളെ വളർത്തുന്നത് അതിന് വേണ്ടിയിട്ടാണെന്നും, അതുപോലെ തന്നെ ലൈവിലൂടെ വന്നിരുന്ന മറ്റുള്ളവരെ ഇങ്ങനെ അപമാനിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതിനെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. അതായത് അത് ആർക്ക് വേണമെങ്കിലും ഫയൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അതിനുവേണ്ടി ഉപയോഗിച്ച ഒരു പദവിയാണ് ഇവിടെ തെറ്റാണ് എന്ന് പറയുന്നത്, വേറൊന്നുമല്ല. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ. എന്തായാലും ആ വീഡിയോയുടെ മറ്റു കുറച്ച് ഭാഗം കൂടെ കാണാം നമുക്ക്. മുമ്പോട്ട് ഒരു സംഘം ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നടപടി എടുക്കണം. അതുപോലെ കുറച്ചാളുകൾ ഇതിനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്, അല്ലാതെ നടപടിയൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സംഘടനയുണ്ട് ഇവിടെ. പിന്നെ ഏതോ ഒരു സോഷ്യൽ സംഘടനയുടെ കാര്യവും പറയുന്നുണ്ട്. ആരൊക്കെയാണോ ഈ സോഷ്യൽ സംഘടനയിൽ? ആരൊക്കെയാ അതിലെ അംഗങ്ങള്? ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും. സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവര് ഇത് കേട്ട് രസിക്കുന്നു, ചിരിക്കുന്നു, കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. തീർച്ചയായിട്ടും ഇത് കോടതി മുഖാന്തരം തന്നെ ഇവളുടെ പേരിൽ നിയമ നടപടികൾ എടുക്കേണ്ടി വരും. തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ ആരോ കേസുമായിട്ട് മുമ്പോട്ട് പോകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിയമ നടപടി എടുക്കേണ്ടി വരും, അടുത്ത ദിവസം കേസുമായി മുന്നോട്ട് പോകും. പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്തവരെയൊക്കെ അങ്ങ് മൂക്കി വലിച്ചു കയറ്റുമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. വിവരക്കേടാണത്. പുള്ളിക്കാരി തന്നെ ജയിലിൽ പോകാനും ഈ ചാനൽ പൂട്ടാനുള്ള എല്ലാ ഇതുകളും അതിനകത്തുണ്ട്.
ഈ സാമൂഹ്യ പ്രവർത്തക എടുത്തു പറഞ്ഞ ഷാജിദ ഷാജി ചെയ്ത കാര്യങ്ങൾ ഒരാൾക്കും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അവരുടെ കുറച്ച് ആരാധകരായിട്ടുള്ള ആ ഒരു ഫോളോവേഴ്സിന് മാത്രം പറ്റുള്ളൂ. അതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്തവർക്കെതിരെ കേസ് എടുക്കുമെന്നുള്ളതൊക്കെ ഒരു പ്രഹസനമായിട്ടേ കാണുന്നുള്ളൂ ഷാജിദ ഷാജിയുടെ. പക്ഷേ ഈ ഒരു വീഡിയോയുടെ തമ്പനയിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഷാജിദക്കെതിരെ പോക്സോ കേസ് അതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല. കുട്ടികളെ ഗുണ്ടകളാക്കും അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തെറി പറഞ്ഞു എന്നുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നോൺ സെക്ഷൽ ഒഫൻസീവാണ്. അത് പോക്സോ ആക്ട് പ്രകാരമല്ല, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് അതിന് കേസെടുക്കുക. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. വരും ദിവസങ്ങളിൽ തന്നെ അതുണ്ടാകും. വരും ദിവസങ്ങളിൽ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ്, അല്ലാതെ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ അതിനു മുമ്പേ തന്നെ ഇവിടെ നിങ്ങളെല്ലാവരും വിധി എഴുതി. ഈ ഒരു വിഷയത്തിൽ സുതാര്യമായിട്ട് കാര്യങ്ങൾ പ്രാവർത്തികമാക്കി കാണിച്ചതാകെ ഷെഫീന ബീവി മാത്രം ചെയ്ത് കണ്ടിട്ടുണ്ട്. അവർ പാലക്കാട് ചൈൽഡ് ലൈനിൽ പോയതും അവിടെ പരാതി കൊടുത്തതും അതിനുശേഷം വീണ്ടും അവരുടെ അടുത്ത് വരാൻ പറഞ്ഞതും എല്ലാ കാര്യങ്ങളും അവരവിടെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അവർക്ക് അവിടെ നിന്നൊരു കോൾ വരികയാണ് ചെയ്തത്. അതിൻ്റെ പരാതി സ്വീകരിച്ചതിൻ്റെ റെസീറ്റ് പോലും കൊടുത്തിട്ടില്ല. അതുവരെ അവർ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. യാതൊരു ആധികാരികതയും ഇല്ലാത്ത ഒരു ഓഡിയോയുടെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ചെയ്ത് ഇങ്ങനെ വിധി എഴുതുമ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി കൂടി ഒന്ന് പരിശോധിക്കുക. എനിക്ക് പക്ഷേ ഇവിടെ പറയാനുള്ളത് വെറും വായ്ത്താളം മാത്രമാവരുത്, നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം. കേസ് കൊടുക്കുമെന്നും പറഞ്ഞാൽ ആ വൈക്ക് പോയിട്ട് പിന്നെ കാണാത്ത അവസ്ഥ വരരുത്. ഒരുമാതിരി ഇലക്ഷന്റെ സമയത്ത് രാഷ്ട്രീയക്കാർ വരുന്ന പോലെ. ഇറ്റ്സ് മീ ഖൈസ് തൻ്റെ വീഡിയോയിൽ അവസാനമായി പറഞ്ഞ ഇതേ വാക്കുകൾ തന്നെയാണ് എൻ്റെയും അഭിപ്രായം ഈ മനുഷ്യാവകാശ പ്രവർത്തക ചെയ്യുന്ന കാര്യങ്ങളിൽ. പക്ഷേ അതവിടെ അദ്ദേഹം പ്രാവർത്തികമാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മരണത്തെ പോലും ഇനിയും ഇങ്ങനൊരു അബദ്ധം പറ്റാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.